മൂന്നാറിൽ പടയപ്പയെ നിരീക്ഷിക്കാൻ പ്രത്യേക ദൗത്യസംഘം ഡ്രോൺ നിരീക്ഷണം ആരംഭിച്ചു. ജനവാസ മേഖലയിൽ അക്രമം കാണിക്കുന്ന പടയപ്പയെ നിരീക്ഷിക്കുന്നതിനാണ് ഡ്രോൺ നിരീക്ഷണവുമായി വനം വകുപ്പ് രംഗത്തെത്തിയത്. ഹൈറേഞ്ച് സർക്കിൾ CCF നേരിട്ടെത്തിയാണ് ദൗത്യത്തിന് നേതൃത്വം നൽകുന്നതും. ഡ്രോൺ നിരീക്ഷണത്തിലൂടെ പടയപ്പയെ ഉൾവനത്തിലേക്ക് കയറ്റാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് വനം വകുപ്പും. നിങ്ങൾക്കറിയാമല്ലോ, ഈ മൂന്നാർ ലാൻഡ്സ്കേപ്പിൽ ഇത് എസ്റ്റേറ്റുകളും അതോട് ചേർന്നിട്ടുള്ള ഷോലവനങ്ങളും യൂക്കാലിറ്റസ് പ്ലാന്റേഷനുകളും അതിനോട് ചേർന്നുള്ള മറ്റു വനങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ ഈ കാട്ടാനകൾ കുറേ കാലാകാലങ്ങളായിട്ട് ഇതിന് പ്രത്യേക റൂട്ടുകളുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ളതൊരു ചോല വനത്തിലേക്ക് അത് തൽക്കാലം മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ മേജർലി വേണ്ടത് നമുക്ക് ഈ സ്ഥലത്ത് ലൈൻസുകളുണ്ട്, ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മളുടെ യഥാർത്ഥത്തിൽ ഇവിടെ മോണിറ്ററിങ്ങിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ 3 RRT ടീം ഈ മൂന്നാർ ചിന്നക്കനാൽ ലാൻഡ്സ്കേപ്പിലുണ്ട്. അതോടൊപ്പം ഇപ്പം മസ്തിലായിരുന്ന പടയപ്പ ഇപ്പോൾ ഏകദേശം മസ്ത് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനെ നിരീക്ഷിക്കാൻ വേണ്ടി പ്രത്യേക സംഘം ഇതെല്ലാം ഇവിടെ നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നിട്ടും നമുക്കുള്ള മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ വൈകുന്നേരം ഇരുട്ടി തുടങ്ങുന്നത് മുതൽ രാവിലെ വെളിച്ചം വരുന്ന വരെയുള്ള സമയത്ത് ഈ ആനകളുടെ മൂവ്മെൻറ്റ്സ് നമുക്ക് എങ്ങനെ ലഭ്യമാക്കാം. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, പടയപ്പോൾ വേറൊരു സ്ഥലത്തായിരുന്നുള്ള കടലാർ സൈഡിലായിരുന്നു. അത് രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്ക് 10 കിലോമീറ്ററോളം സഞ്ചരിച്ച് അത് മാട്ടുപ്പെട്ടിയിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പോൾ ആ തരത്തിൽ നമുക്ക് നമ്മളുടെ സ്റ്റാഫിൻ്റെ സേഫ്റ്റിയും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വളരെ ക്ലോസ് റേഞ്ചിലോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഇന്ന സ്ഥലത്താണെന്നുള്ളതെന്ന് അറിയാം, നമ്മളെ സ്പെഷ്യൽ ടീം അതിൻ്റെ പിറകെ തന്നെ ഉണ്ട്. പക്ഷേ ഈ തരത്തിലുള്ള രാത്രി മൂവ്മെൻറ്റ്സ് പലപ്പോഴും നമുക്ക് കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനാണ് ഈ തരത്തിലുള്ള ടെക്നോളജികളുടെ സഹായത്തോടു കൂടെ അപ്പോൾ നമുക്ക് ഇപ്പോൾ മാട്ടുപ്പെട്ടിയിലേക്ക് വരികയാണെങ്കിൽ അപ്പോഴേക്കും നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അവിടെയുള്ള ടീമിനെ നമുക്ക് അലേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഈ തരത്തിലുള്ള ഈ സംഭവങ്ങൾ, ദൗർഭാഗ്യകരമായ സംഭവങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് ഇതിൻ്റെ ഈ ഡ്രോണുകൾ, കാരണം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡ്രോൺ 20 മിനിറ്റ്സ് അതിൻ്റെ ഒരു ഫ്ലൈയിങ് ടൈമും അത് കഴിഞ്ഞ് റിട്ടേൺ ബാക്ക് ടു ഹോം അത് ഒരു 10 മിനിറ്റ്സ് അതിൻ്റെ ചാർജ് മാത്രമേ നിൽക്കുന്നുള്ളൂ. അപ്പോഴേക്കും നമ്മളൊരു എലിഫൻറ്റിനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് മൂവ്മെൻറ്റ് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഈ ചെറിയ രീതിയിലുള്ള അത് ഡ്രോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഉപയോഗമില്ല. പക്ഷേ ഈ തരത്തിൽ ഉള്ളതും വേറെയും ഉണ്ട്, അതിപ്പോൾ പല ഇതുണ്ട്. അപ്പം ആ തരത്തിലുള്ള ഡ്രോണുകൾക്ക് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നേരം കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാനുള്ള അതിനുള്ള ബാറ്ററി കപ്പാസിറ്റി, അപ്പോൾ അതിനനുസരിച്ച് കോസ്റ്റ് കൂടും. പക്ഷേ എന്നാലും ഈ പിന്നെ ക്ലാരിറ്റി, പിന്നെ ഇതിലുള്ള തെർമൽ, കാരണം നമുക്ക് നൈറ്റ് ടൈമാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ തെർമൽ സെൻസറിനാണ് അത് എത്രത്തോളം എഫക്റ്റീവാണ്, എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട്, എത്രത്തോളം നമുക്കത് സിഗ്നൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ വനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു, അപ്പം ഇത് നമ്മളുടെ ലാൻഡ്സ്കേപ്പിന് സ്യൂട്ടബിളായ രീതിയിൽ എങ്ങനെ ഈ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് റിയൽ ടൈമായിട്ട് ഇവിടെയുള്ള എലിഫൻസിൻ്റെ മൂവ്മെൻറ്റിനെയും നമുക്ക് എങ്ങനെ നിരീക്ഷിക്കാൻ കഴിയും, അതുകൊണ്ട് എങ്ങനെ അത് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് അലേർട്ടുകൾ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്.